കുടിവെള്ളക്ഷാമം മൂലം നാടും നഗരവും നെട്ടോട്ടമോടുമ്പോൾ സംരക്ഷിക്കപ്പെടേണ്ട ജലസ്രോതസ്സുകൾ ഓരോന്നും അപ്രത്യക്ഷമാവുകയാണ്. സംരക്ഷിക്കേണ്ടതിന് പകരം നമ്മുടെ നാട്ടിലെ ജലസ്രോതസ്സുകൾക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടിലേക്ക്. നാടെങ്ങും ജലക്ഷാമം രൂക്ഷമാവുമ്പോൾ കണ്ണാടിക്കൽ പ്രദേശവാസികൾക്ക് ഏറെ ഉപയോഗപ്രദമായ ഒരു കനാലിന്റെ അവസ്ഥ കാണാം. ഇത് കണ്ണാടിക്കൽ പ്രദേശം. ഒരു കാലത്ത് നെൽകൃഷിയും പച്ചക്കറി കൃഷിയുമൊക്കെയായി അതിസമൃദ്ധമായൊരു നാട്. എന്നാൽ കഴിഞ്ഞ 10 വർഷക്കാലങ്ങളായി നാട്ടുകാർ അതിശക്തമായ കുടിവെള്ളക്ഷാമം നേരിടുകയാണ്. സുലഭമായി വെള്ളം ലഭിച്ചിരുന്ന കനാൽ ഈ പ്രദേശത്തൂടെ ഒഴുകിയിരുന്നു എന്നത് തികച്ചും അവിശ്വസനീയമായിരിക്കും. കണ്ണാടിക്കൽ അടിവാരം മുതൽ പുളിയൻവയൽ വരെ 300 മീറ്ററോളം വ്യാപിച്ചു കിടന്ന കനാൽ ഇന്ന് മണ്ണിനടിയിൽ മൂടപ്പെട്ട അവസ്ഥയിലാണ്. കുറ്റ്യാടി അണക്കെട്ടിൽ നിന്നാണ് ഇവിടേക്ക് വെള്ളം എത്തിച്ചിരുന്നത്. എന്നാൽ കനാലിന്റെ സമീപ പ്രദേശങ്ങളിൽ വീടുകൾ വന്നതോടെ വീട്ടിലേക്കുള്ള വഴിക്കും മറ്റു സൗകര്യങ്ങൾക്കുമൊക്കെയായി ഒരു കൂട്ടം മാളുകൾ കനാൽ മണ്ണിട്ട് മൂടുകയായിരുന്നു. കനാൽ അപ്രത്യക്ഷമായതോടെ സമീപ പ്രദേശങ്ങളിലെ കിണറുകളിൽ വെള്ളം വറ്റി തുടങ്ങി. വയലുകളിൽ കൃഷി നശിച്ചു. മറ്റു ജൈവകൃഷികളെല്ലാം സ്തംഭിച്ച അവസ്ഥയിലായി. വെള്ളം വരുന്നുണ്ട്. ഇനി വെള്ളം വന്നാലേ വെള്ളമൊക്കെ വന്നതിന് പിന്നെ എല്ലാവരും റോഡാക്കി. ഇപ്പോൾ വെള്ളമില്ലാണ്ടായി. ഇപ്പോൾ പ്രദേശത്ത് ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിക്കേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കനാൽ പുനർനിർമ്മിക്കുന്നതിന് 2 മാസം മുൻപ് ഗവൺമെന്റ് 2 കോടി അനുവദിച്ചതായി ഏരിയ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി MT സുരേഷ് ബാബു പറയുന്നു. അപ്പോൾ പൈസ 2 കോടി ഇപ്പോൾ അവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ആ തുക ഉപയോഗിച്ചിട്ട് ഇത് ക്ലിയർ ചെയ്യാവുന്നേ ഉള്ളൂ. സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ചെയ്യാനുള്ളൂ. ഫണ്ട് അനുവദിച്ചെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടാവാത്തത് നാട്ടുകാരെ ആശങ്കയിലാഴ്ത്തുന്നു. ചെടിക്ക് പോലും വെള്ളം നനയ്ക്കാൻ ഞങ്ങൾക്ക് പേടിയാണെന്ന് പ്രദേശവാസികളായ വത്സലയും ലതികയും പറയുന്നു. കനാലിൽ വെള്ളം വന്നിട്ട് ഇവിടെ കിണറുകളിലൊക്കെ വെള്ളം കൂടും. അപ്പം പിന്നെ കൃഷി ചെയ്യാനും മെയിനായിട്ട് കൃഷിൻ്റെ ബുദ്ധിമുട്ടും പിന്നെ എല്ലാവർക്കും വീട്ടുകളിലേക്കുള്ള വെള്ളം. ഈ അവസ്ഥയിൽ നിന്നും നാടിനെ മുക്തമാക്കുവാൻ കനാൽ പുനർനിർമ്മിച്ച് നൽകുക എന്നത് അടിയന്തര ആവശ്യമാണ്. വരൾച്ച തടയാനും കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനുമായി അധികാരികൾ നിരവധി പദ്ധതികൾ ഈ അടുത്ത കാലങ്ങളിലായി നടപ്പിലാക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ കണ്ണാടിക്കൽ പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ഈ കനാലും കൂടെ യാഥാർത്ഥ്യമാക്കി നൽകേണ്ടതും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടേണ്ടതാണ്. ഒരു നാടിൻ്റെ മുഴുവൻ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണണമെങ്കിൽ കനാൽ വീണ്ടും പൂർവ്വസ്ഥിതിയിലാവണം. ഇതിനായി അധികാരികളുടെ കനിവും കാത്തിരിക്കുകയാണ് നാട്ടുകാർ. കോഴിക്കോട് കണ്ണാടിക്കലിൽ നിന്നും ക്യാമറാമാൻ കൃതേഷ് വേങ്ങേരിക്കൊപ്പം അരുണിമ, ACV ന്യൂസ്, കോഴിക്കോട്.